ശമ്പളം മുടങ്ങിയതിലെ മനോവിഷമത്തിൽ കോഴിക്കോട് അധ്യാപിക ജീവനൊടുക്കി. കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയാണ്. 6 വർഷമായി ശമ്പളമില്ലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, 6 കൊല്ലത്തോളം ശമ്പളം മുടങ്ങി എന്ന് പറയുന്നുണ്ട് കുടുംബം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിയായിട്ടുള്ള അലീന ബെന്നിയെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കണ്ടെത്തിയത്. ഈ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അലീനയുടെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം, ഈ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയാണ് ഈ അലീന. ഈ സ്കൂളിൽ അധ്യാപികയായി അലീന വർഷങ്ങളായി ജോലി ചെയ്യുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അലീനയ്ക്ക് ശമ്പളം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇതിന്റെ മനോവിഷമത്തിലാണ് അലീന ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. 6 വർഷത്തോളം അലീനയ്ക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല 13 ലക്ഷത്തോളം രൂപ ആ സ്കൂളിന് നൽകിയാണ് അലീന അവിടെ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. ഇതിനുശേഷം ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്തതിനെ കുറിച്ച് കോളേജ് അധികൃതരോട് നിരവധി തവണ സംസാരിച്ചിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയും അലീനയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ്. മാത്രമല്ല, ആദ്യം നൽകിയ 13 ലക്ഷവും തിരിച്ചു നൽകാതെ കോളേജ് അധികൃതർ നിന്നിരുന്നു. ഇതിലൊക്കെയുള്ള മനോവിഷമത്തിലാണ് അലീന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കോളേജ് അധികൃതരുമായി, ഈ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധികൃതരുമായി സംസാരിച്ച സമയത്ത് അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഈ അലീന ബെന്നി എന്ന് പറയുന്ന അധ്യാപികയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനസിക പ്രശ്നത്തെ തുടർന്നാണ് അധ്യാപിക ആത്മഹത്യ ചെയ്തത് എന്നതാണ്. ഈ കോളേജിൽ അല്ലാതെ ശമ്പളം കൊടുക്കാത്തൊരു വിഷയം അല്ല എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ കോളേജിൽ ഇത്തരത്തിൽ അധ്യാപികയ്ക്ക് ശമ്പളം നൽകിയിട്ടില്ല, ശമ്പളം ഒരുപാട് വൈകി ആണ് ഇത്തരത്തിൽ ശമ്പളം നൽകാറുള്ളത് എന്നതൊക്കെയുള്ള ന്യായീകരണമാണ് കോളേജ് അധികൃതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും ഈ അലീനയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി അനഘ.